ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തി തുടങ്ങിയതോടെ മലയാളി സന്നദ്ധ സേവകരും സജീവമായി. KMCCക്ക് കീഴിൽ 100 കണക്കിന് വളണ്ടിയർമാർ മക്കയിലും മദീനയിലും ഇതിനകം രംഗത്തിറങ്ങി. വിവിധ സംഘടനകൾക്ക് കീഴിൽ നിരവധി പ്രവർത്തകർ ഹജ്ജ് തീർത്ഥാടകരെ വരവേൽക്കാൻ കഴിഞ്ഞ ദിവസം മദീന വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ സൗദിയിൽ എത്തിയതു മുതൽ ആരംഭിക്കുന്നു മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം. ഇന്ത്യയിൽ നിന്നും ആദ്യ ഹജ്ജ് സംഘം കഴിഞ്ഞ ദിവസം മദീനയിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ വിമാനത്താവളത്തിലെത്തി. സമ്മാനങ്ങളും മധുരവും മറ്റും നൽകിയാണ് ആദ്യ സംഘത്തെ വരവേറ്റത്. KMCCക്ക് കീഴിൽ 100 കണക്കിന് പ്രവർത്തകർ ഇതിനകം മക്കയിലും മദീനയിലും രംഗത്തിറങ്ങി. തീർത്ഥാടകർ സൗദിയിൽ നിന്ന് മടങ്ങുന്നതുവരെ ഈ സേവനം തുടരുമെന്ന് KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ പറഞ്ഞു. ഇനി അവസാനത്തെ ഹാജിയും ഈ പുണ്യഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നതുവരെ KMCC അടക്കമുള്ള വിവിധ മലയാളി സംഘടനകളുടെ സേവനം ഹാജിമാർക്ക് ലഭ്യമാകുന്നതാണ്. വിശുദ്ധ മക്കയിലും അതുപോലെ തന്നെ മദീനയിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ വളണ്ടിയർമാരുടെ മലയാളി സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരുടെ സേവനം ഹാജിമാർക്ക് എല്ലാ അർത്ഥത്തിലും 24 മണിക്കൂറും സേവനത്തിന് തയ്യാറായ വിവിധ വിങ്ങുകളിലായിട്ടാണ് വളണ്ടിയർ പ്രവർത്തനം നടത്തുന്നത്. അവശരായ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനും രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുമെല്ലാം KMCCയുടെ സന്നദ്ധ സേവകർ ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന മീനയിലും അറഫയിലും മുസ്ദലിഫയിലും KMCCയുടെ സേവന പ്രവർത്തനം ലഭ്യമാണ്. അതോടൊപ്പം വിശുദ്ധ ഹറമിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വീൽ ചെയറിൽ പോകേണ്ട ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും ഭാഷകൾ അറിയാതെ ബുദ്ധിമുട്ടുന്ന ഹാജിമാർക്ക് വഴി തെറ്റുന്ന ഹാജിമാരെ താമസ സ്ഥലത്തെത്തിക്കും. മദീന KMCCയുടെ അണ്ടറിൽ ഓരോ വിങ്ങുകളായി മെഡിക്കൽ, വീൽ ചെയർ, അതേപോലെ തന്നെ വനിതാ വിങ് അടക്കം അവർക്ക് സിയാറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിധ സംവിധാനത്തോട് കൂടി മദീന KMCCയും അതേപോലെ മക്ക KMCC ഒക്കെ ചേർന്നുകൊണ്ട് അവരെ സ്വീകരിക്കേണ്ടായി. ICF, RSC, വിഖായ, OICC, നവോദയ, തനിമ തുടങ്ങി പല സംഘടനകൾക്ക് കീഴിലും പ്രവർത്തകർ ഹജ്ജ് സേവനത്തിനായി രംഗത്തിറങ്ങുന്നുണ്ട്. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.